ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം. അപ്പോൾ രാവിലെ അബിയുടെ സ്കൂളിലേക്ക് പോവാണ് കേട്ടോ. ആൾക്ക് നല്ല പനിയാണ്. അപ്പോൾ എക്സാം എഴുതാൻ നമ്മൾ പാരൻസ് കൂടെ ചെല്ലാൻ വേണ്ടിയിട്ട് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ സ്കൂളിൽ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എക്സാം കഴിയോളം നമ്മൾ അവിടെ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ സ്കൂളിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സിമെൻറ്റ് വെച്ചിട്ട് സൈക്കിളും ചുറ്റുപാത്രവും ഒരാളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ആൾ ചെയ്യുന്നത് കാണാൻ. അപ്പോൾ ചുമ്മാ അത്രയും ടൈം അവിടെ നോക്കി നിന്നു. പിന്നെ നമ്മൾ തിരിച്ച് റിട്ടേൺ വീട്ടിലേക്ക് എത്തിയിട്ടാണ്. ഇന്ന് നമുക്ക് വൈകിട്ട് ഒരു കേക്ക് കൊടുക്കാനുണ്ട്. ഒരു ½ kg കേക്കാണ് കേട്ടോ. അപ്പോൾ സർപ്രൈസായിട്ട് കൊടുക്കാനുള്ള കേക്കായിരുന്നു. കേക്കിൻ്റെ ഡിസൈന് കസ്റ്റമർ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷേ സെയിം ഫ്ലവേഴ്സ് ഇവിടെ ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റോക്ക് ഉള്ളത് ചെയ്യാനാണ് കേട്ടോ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ കേക്കിൻ്റെ വർക്കൊക്കെ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് നേരത്തെ ഫോട്ടോ ഒക്കെ എടുത്ത് ബോക്സ് ചെയ്ത് വെച്ചു. ഇനിയിപ്പോൾ നമ്മൾ നോമ്പിൻ്റെ ഐറ്റംസ് ഉണ്ടാക്കി നിന്നാൽ പിന്നെ ഇതിന് നിൽക്കാൻ സമയമില്ല കേട്ടോ. അപ്പോൾ ഞാനൊക്കെ ബോക്സ് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നോമ്പ് തുറന്നിട്ടാണ് കസ്റ്റമർ വരിക. അപ്പോൾ നമുക്ക് ബോക്സ് അങ്ങനെ എടുത്ത് കൊടുത്താൽ മതിയല്ലോ. അതിൻ്റെ ഇടയിൽ പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇനി ഇതിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒന്നും നടക്കില്ല കേട്ടോ. പിന്നെ ഫുള്ള് നമ്മൾ ബിസി ആയിരിക്കും. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കൊരു വൈകിട്ട് ഒരു ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഒന്ന് ഉറങ്ങി എണീറ്റപ്പോക്കിനും ഇനി നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫ്രൂട്ട്സ് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലൊരു തണ്ണിമത്തം കട്ട് ചെയ്തൊരവസ്ഥയാണ് കേട്ടോ ഇത്. നമ്മൾ ഉള്ളിൽ നല്ല മഞ്ഞ കളറിലുള്ള അതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുന്നതെങ്കിലും ഉള്ളിലത്തെ അവസ്ഥ എങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ അത് എടുക്കേണ്ടെന്ന് ഹസ്ബൻഡ് പറഞ്ഞപ്പോൾ പിന്നെ നമ്മളത് ഒഴിവാക്കിയിട്ടാണ്. സത്യത്തിൽ ഈ ഒരു ഫ്രൂട്ട്സ് കട്ടിങ്ങും ജ്യൂസ് ഉണ്ടാക്കുന്ന ഡ്യൂട്ടിയൊന്നും എൻ്റെ അല്ല കേട്ടോ. നോമ്പിനെ അതൊക്കെ തന്നെയാണ് ചെയ്യാറുള്ളത്. ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വെറുതെ ഷോ കാണിക്കണതാണ് കേട്ടോ. ഞാൻ ചെയ്യാറില്ല, ഇതൊക്കെ ആളുടെ ഡ്യൂട്ടിയാണേ. അപ്പോൾ നമ്മളൊരു പപ്പായ എടുത്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഉള്ളിൽ അധികം അങ്ങനെ പഴുപ്പൊന്നുമില്ല കേട്ടോ. എന്നാലും നമ്മൾ ജസ്റ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മധുരമില്ലായിരുന്നു. അത് നമ്മൾ അന്നത്തെ കാര്യത്തിൽ എന്താ പറയുക, അത് മോശമായിപ്പോയി. പിന്നെ ഇനി നമ്മൾ കുറച്ച് മുസമ്പിയും പിന്നെ മുന്തിരിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുക്കാൻ വിചാരിച്ചു. നമ്മൾ വിചാരിച്ച സാധനങ്ങളൊക്കെ കേടായതുകൊണ്ട് നമ്മൾ വേറെ ഐറ്റംസ് എടുത്തു കേട്ടോ. അപ്പോൾ മുന്തിരി ഞാൻ ഇവിടെ മോനിക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ ഡയറക്റ്റ് കൊടുക്കാറില്ല. കുറച്ച് ഉപ്പും സുറുക്കൊക്കെ ഇട്ടിട്ട് ആദ്യമേ എടുത്ത് വെക്കും കേട്ടോ. പിന്നെ ആ ബാങ്ക് കൊടുക്കോളം അതങ്ങനെ കിടന്നോളും. പിന്നെ നമ്മൾ കഴുകിയിട്ടേ കൊടുക്കാറുള്ളൂ. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് ഇനി നമുക്ക് സമൂസ ഉണ്ടാക്കാനുള്ളത് കേട്ടോ. സമൂസ മസാലയൊക്കെ ഞാൻ ഉണ്ടാക്കിയെങ്കിലും എനിക്കത് മടക്കാനറിയില്ല. അപ്പോൾ അത് ഹസ്ബൻഡ് ഡ്യൂട്ടിയാണ്. അത് ആൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇനി അത് ഫ്രൈ ചെയ്തെടുക്കുക. ഇതൊക്കെ എന്താ പറയുക, കറക്റ്റ് ടൈമിലൊന്നുമല്ല കേട്ടോ നമ്മൾ വീഡിയോ കാണിക്കണത്. ഞാൻ പല ഷോട്ട് അവിടുന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് വെച്ചത് അങ്ങനെ കമ്പൈൻ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. സത്യത്തിൽ ഈ ക്യാമറ എവിടെ വെക്കണം എങ്ങനെ വെക്കണം എന്നൊന്നും എനിക്കിപ്പോഴും അറിയില്ല. നമുക്ക് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാനോ ഇനിയിപ്പോൾ സത്യത്തിൽ എങ്ങനെയാണ് കറക്റ്റ് ഇതിൽ വീഡിയോ വരുന്നുണ്ടോ ഇല്ലേ ആകെ ഒരു കൺഫ്യൂഷനാണ് കേട്ടോ. നമുക്കിതെടുത്ത് പരിചയമില്ലാത്തതുകൊണ്ട്. അപ്പോൾ നമ്മൾ ഇനി ജ്യൂസിനുള്ള പരിപാടിയാണ്. മുന്തിരി ജ്യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് പത്തിരിയും ചിക്കൻ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അവിടെ എടുത്ത് തന്നെ പത്തിരി പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചുടുന്നുണ്ട് കേട്ടോ. വേറെ ആദ്യമൊക്കെ ഞാൻ ഫുള്ള് പരത്തിയതിന് ശേഷമാണ് പത്തിരി ചുടാൻ നിന്നിരുന്നത്. ഇപ്പം ഞാൻ ഇങ്ങനെ കേട്ടോ ചെയ്യാറ്. അപ്പോൾ അതൊന്നും കൂടി എളുപ്പമാണ്. അപ്പോൾ അത് രണ്ട് പണിയും ഒന്നിച്ച് കഴിയും. അതും ഞാൻ അത്യാവശ്യം ലേറ്റായിട്ടാണ് ചെയ്യുക. അപ്പോഴേ എനിക്ക് മോനെ നോക്കാനൊക്കെ അബിയൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാനിതൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ പത്തിരിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി തേങ്ങ അരച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ തേങ്ങയൊക്കെ ഇതിൻ്റെ ഇടയിൽ മിക്സിയിൽ അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. കുക്കറിലാണ് ഞാൻ കറി വെച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചിട്ടുള്ള കൂട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ വലിയ തിരക്കൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് നോമ്പ് തുറന്ന പാട് ഞങ്ങൾ ചായ കുടിക്കും. ഉമ്മയൊക്കെ പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിടക്കാൻ ടൈമിലാണ് കേട്ടോ ചായ കുടിക്കുക. അപ്പം നമ്മൾ പത്തിരിയും കറിയും ബാക്കി എല്ലാ ഐറ്റംസും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബാങ്കൊക്കെ കൊടുത്ത് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് സമാധാനത്തിലാണ് കേട്ടോ പിന്നെ കിച്ചണിൽ വരിക. പാത്രമൊന്നും കഴുകി വെക്കില്ല. അതൊക്കെ അങ്ങനെ വെച്ചിട്ട് പിന്നെ നിസ്കരിക്കാൻ പോകും. പിന്നെ ഒക്കെ കഴിഞ്ഞ് ഒന്ന് സെറ്റായതിന് ശേഷം കേട്ടോ വീണ്ടും ഒന്ന് കിച്ചണിൽ കയറുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യം കിച്ചണൊന്ന് സെറ്റ് ചെയ്യണതിന് മുന്നേ തന്നെ ഞാൻ കേക്ക് ചെയ്യാനുണ്ട്. നമുക്കൊരു 40 പീസ് കേക്ക് ചെയ്യാനുണ്ട് കേട്ടോ സ്കൂളിലേക്കുള്ളത്. അപ്പോൾ അതിനുള്ള സ്പഞ്ച് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ചെയ്യുന്നുണ്ട്.
അപ്പോൾ നമ്മൾ കിച്ചണിലെ വർക്ക് കഴിയുമ്പോഴേക്കിന് അവിടെ സ്പഞ്ച് റെഡി ആയിക്കോളും. അപ്പോൾ സ്പഞ്ച് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് കിച്ചൺ ക്ലീന് ചെയ്യുക, ഈ കേക്ക് സ്പഞ്ച് റെഡി ആകുമ്പോഴേക്കിന് പിന്നെ നമ്മൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കിന് പിന്നെ നമുക്ക് ക്രീം ബീറ്റ് ചെയ്ത് വെക്കുക, അങ്ങനെ ഓരോന്നായിട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഒന്നിച്ച് നമുക്കിപ്പോൾ എന്തായാലും ചെയ്യൽ നടക്കില്ല. അപ്പോൾ ഞാൻ ഈ ഒരു കേക്കിൻ്റെ ഫുൾ വീഡിയോ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചു, പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, പിന്നെ നമ്മൾ തിരക്കായിപ്പോയി. ഇനി നമ്മൾ ഇതൊക്കെ സെറ്റാക്കിയിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറിയതാണ് കേട്ടത്. അപ്പോൾ ഫ്രൂട്ട്സ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കേട് വന്ന തണ്ണിമത്തണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് നാളെ പിറ്റേ ദിവസം കോഴികൾക്ക് കൊടുക്കാനുള്ളതാണ് കേട്ടത്. അപ്പോൾ നമ്മൾ വേസ്റ്റും ബാക്കിയുള്ള ഐറ്റംസൊക്കെ നമ്മൾ എടുത്ത് വെക്കും, എന്നിട്ട് രാവിലെ കൊടുക്കാനുള്ളതാണല്ലോ. അപ്പോൾ ഇനി നമുക്ക് അത്താഴത്തിന് കഴിക്കാനുള്ള പരിപാടികൾ നോക്കാം. ഫുഡൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മൾ ആദ്യം ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് മീൻകറി ആണ് കേട്ടോ. അപ്പോൾ കുറേ ആയിട്ട് നമ്മൾ മീൻകറിയൊക്കെ കൂട്ടിയിട്ട് നോമ്പാകുമ്പോൾ അങ്ങനെ മീൻ അധികം കൊടുത്തിട്ടൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഒന്ന് മീൻകറിയും മീൻ പൊരിച്ചതും പയറുപ്പേരിയൊക്കെ ആയിട്ട് ചെയ്യാതെ കുറേ ദിവസമായിരിക്കണം അങ്ങനെ കഴിച്ചിട്ട്. നമ്മൾ എന്നും ചിക്കനും ബീഫൊക്കെ ആയിട്ട് സത്യത്തിൽ ഭയങ്കര മടുപ്പായിരുന്നു കേട്ടോ. അപ്പോൾ കറി ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്തതൊന്ന് നമ്മൾ ഇങ്ങനെ വറവിടാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പേരി ഉണ്ടാക്കുക, മീൻ പൊരിക്കുക, ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ചെയ്യാം. അപ്പോൾ അതിൽ കൂടെ ഹസ്ബൻഡ് വന്നിട്ട് കറിയൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ, എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ആൾക്ക് പത്തിരിക്ക് കഴിക്കാൻ പറ്റുമോ എന്നുള്ള രീതിക്കാണ് കേട്ടോ നോക്കണത്. അപ്പോൾ ഉമ്മ പയറൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എളുപ്പമായിരുന്നു കേട്ടോ, പെട്ടെന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ നോമ്പ് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ മുന്നൊന്നും ഇത് ചെയ്യാറില്ല. അത്താഴത്തിനുള്ളതൊക്കെ നൈറ്റിൽ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. എന്നും നമുക്കിങ്ങനെ മീൻകറിയൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല, എന്നും ഇതുപോലെ ചോറുണ്ടാക്കാറില്ല. പത്തിരി ആകുമ്പോൾ ചിലപ്പോൾ മിക്കവാറും ഈ പത്തിരിയും ദോശയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ അത്താഴത്തിനുണ്ടാവാറ്. ഇതിൻ്റെ കൂട്ടത്തിൽ മോനിക്ക് ഞാൻ കഞ്ഞിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതും ആ സൈഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഓരോന്നായാലും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതാ ഈ ഒരു കിച്ചൺ ക്ലീനിങ് ആണ് കേട്ടോ. ഇതിപ്പോൾ കാണുന്ന പോലെ ഒന്നുമല്ല, ഞാൻ നല്ല സ്പീഡാക്കി വിട്ടതാണ്. അപ്പോൾ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് കുളിച്ച് ഫ്രഷായി ഒന്ന് കിടന്നുറങ്ങാം. അപ്പോൾ സത്യത്തിൽ ഈ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എങ്ങനെ എടുക്കാമെന്നൊന്നും അറിയില്ല. ഞാൻ പറ്റണ പോലെയൊക്കെ എടുത്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ എപ്പോഴും പറയും ഈ കേക്ക് മാത്രം വീഡിയോ ചെയ്യില്ലേ, ഇങ്ങനെയൊക്കെ ചെയ്തൂടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതിപ്പോൾ കറക്റ്റ് ആയിക്കോളണമെന്നൊന്നുമില്ല. ഇതേപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ അതൊന്ന് പ്രത്യേകം കമൻറ്റിൽ പറയണേ, എന്നാൽ പിന്നെ നമുക്ക് ചെയ്യാമല്ലോ. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതോടുകൂടി ഈ പരിപാടി നിർത്തുകയും ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഞങ്ങളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, കൂടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ.